ഹായ് ഗേസ് അപ്പം ഇന്നിതാ നമ്മൾ രാവിലെ തന്നെ ഉമ്മാൻ്റെ ചീത്ത കേട്ടിട്ടാണ് ഇരിക്കണത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ലേ, അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ നേരത്തെ വരും കേട്ടോ. പക്ഷെ ഇന്നലെ നമുക്ക് ഒഴിവായതുകൊണ്ട് ഞാൻ കരുതി ഇന്നും നമുക്ക് സ്കൂളില്ലാന്ന് കരുതിട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, പിന്നെ ഇന്നലെ ഓൻ്റെ ഗ്രൂപ്പിൽ എന്താ പറയുക, തിങ്കളാഴ്ച ഡിക്റ്റേഷനൊക്കെ തിങ്കളാഴ്ചയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ വിചാരം തിങ്കളാഴ്ചയാണ് ഇന്ന് സ്കൂള്, വെള്ളിയാഴ്ച ഇല്ല എന്നാണ് കേട്ടോ. അപ്പം ഞാനത് വിചാരിച്ച് ടീച്ചറിനോട് ചോദിക്കുകയൊന്നും ചെയ്തില്ല. ആ മെസ്സേജൊക്കെ കണ്ടിട്ട് ഞാൻ എന്താ പറയുക, ഞാനങ്ങനെ പിന്നെ കടന്നുറങ്ങി, ടീച്ചറിനോട് ചോദിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. രാവിലെ 9 മണി ആയപ്പോൾ ഇതാ വണ്ടി വന്ന് ഹോൺ അടിക്കുമ്പോഴാണ് കേട്ടോ നമ്മളിത് ശ്രദ്ധിക്കണത്. അപ്പം ഉമ്മാടെ വായിത്തെ ചീത്ത രാവിലെ തന്നെ കേട്ട് കുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ഉമ്മാക്ക് പിന്നെ ഉമ്മമാർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അത് എന്താ പറയുക, പിന്നെ ഒരു മാസത്തിന് അതന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഉമ്മ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു കേട്ടോ. കാരണം എനിക്ക് ശ്രദ്ധയില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചു എന്താ പറയുക, തിങ്കളാഴ്ച ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വെള്ളിയാഴ്ച ക്ലാസ് ഇല്ലാന്ന് കരുതി, പിന്നെ ചോദിക്കണം എന്നിങ്ങനെ കരുതിയിട്ട്, പക്ഷെ ചോദിക്കുകയും ചെയ്തില്ല. പക്ഷെ എന്നാലും എൻ്റെ സ്കൂളൊന്നും മുടക്കിയില്ല കേട്ടോ. ഞാൻ വേഗം എന്താ പറയുക, ഫുഡ് കൊടുത്തു, പിന്നെ വെള്ളം കൂട്ടാനൊന്നും ആക്കി കൊടുക്കുകയും ചെയ്തില്ല കേട്ടോ. കൂട്ടാൻ പിന്നെ അച്ചാർ ഉമ്മ എന്തോ കൊടുന്നാക്കി കൊടുത്തിട്ട് കുറച്ച് സ്നാക്സൊക്കെ ആക്കിയിട്ട് ഞാൻ വേഗം എന്താ പറയുക, ബഷീറാക്കുവിനെ വിളിച്ചു കേട്ടോ. ബഷീറാക്കുവിനെ വിളിച്ചിട്ട് ബഷീറാക്കുവിൻ്റെ കുട്ടിയും അവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓൻ്റെ സെയിം സ്കൂളാണ്. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു ബഷീറാക്കുവിനെ വിളിച്ചിട്ട് എന്താ പറയുക, ഇന്ന് പണിക്ക് പോയിക്കോളൂ, ഒഴിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ലീവാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരെ കുട്ടീനെയും സ്കൂൾക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമോ, റയാനാക്കി കൊടുക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തായാലും എന്താ പറയുക, ഉമ്മ അങ്ങനെ പറയണം, ഒരു ദിവസം എൻ്റെ കുട്ടിയുടെ സ്കൂൾ മുടങ്ങിയിട്ടില്ല, എനിക്ക് ശ്രദ്ധയില്ല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ എന്തായാലും വേഗം എന്താ പറയുക, ആളെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് എല്ലാതും റെഡിയാക്കി നിർത്തിയിട്ടോ. അങ്ങനെ ബഷീറാക്കു വന്നു, ബഷീറാക്കുവിൻ്റെ ഒപ്പം പറഞ്ഞയക്കുകയും ചെയ്തു കേട്ടോ. സംഭവം എന്താ പറയുക, 10 മണിക്ക് പറഞ്ഞയച്ചാൽ 3 മണിയാകുമ്പോഴത്തേനും ഇങ്ങോട്ട് എത്തും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ രാവിലെ പറഞ്ഞയച്ച് നമ്മളെ ഒരു കുളിയും കാര്യം കഴിയുമ്പോഴത്തേനും ഓല് ഇങ്ങോട്ട് എത്തും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെയാണ്. പിന്നെ നമ്മൾ ബഷീറാക്കു വന്നപ്പോൾ ബഷീറാക്കുവിനോട് ഉമ്മ നമ്മൾ ഇവിടെ വാതിലിൻ്റെ കുറച്ച് പെയിൻ്റൊക്കെ അടിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പെയിൻ്റ് അടിച്ചതൊക്കെ ബഷീറാക്കു തന്നെയാണ്. അപ്പോൾ കുറച്ച് വാതിൽമ നമ്മൾ ചെതലൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് അടിക്കുമല്ലോ, അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടിച്ചിരുന്നില്ല. അങ്ങനെ അത് അടിക്കാൻ ബഷീറാക്കുവിനോട് വരാൻ പറഞ്ഞു. ബഷീറാക്കു ഉച്ചരിഞ്ഞിട്ട് അല്ല സോറി, നിസ്കാരം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ബഷീറാക്കു വന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് കൂട്ടാനായിട്ട് കിളിമീൻ ഉണ്ടായിരുന്നു കേട്ടോ. കിളിമീൻ താത്ത അങ്ങനെ നന്നാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു ഉമ്മാക്ക്. പിന്നെ നമ്മൾ കുറച്ച് ചിക്കനും കൊടുന്നിട്ട്, ചിക്കൻ്റെ വില കേട്ടാൽ ചിക്കനൊന്നും വാങ്ങൂല കേട്ടോ. 2 കിലോന് 400 സംതിങ് എത്രയോ ആയിക്കണു കേട്ടോ. പക്ഷെ എന്താ പറയുക, നമ്മൾ പിന്നെ കുറച്ച് റിച്ച് ആവുകൊണ്ട് കേട്ടോ, ഞാൻ വെറുതെ കളിയാക്കിയതാണ്. നമുക്ക് എന്താ പറയുക, പഠിച്ചോനെ വിചാരിച്ചിട്ട് നമ്മളെ ഉപ്പാക്ക് അള്ളാ ആയുസ്സും ആരോഗ്യം ആഫിയത്തൊക്കെ നൽകട്ടെ. നമ്മളെ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ എല്ലാതും റാഹത്തായിട്ട് ഫുഡും എല്ലാ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങാൻ കാരണം താത്തയും കുട്ടികളൊക്കെ അല്ലേ. അപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുക, ചിക്കൻ്റെ വില കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഇന്ന് ബിരിയാണി ഒന്നും വെക്കാത്തത്. അല്ലെങ്കിൽ താത്ത വന്ന ഒരു ദിവസം ബിരിയാണി, ഒരു ദിവസം മന്തി, അങ്ങനെയൊക്കെ കാര്യം. പക്ഷെ 2 കിലോന് വാങ്ങിയപ്പോൾ തന്നെ 500ൻ്റെ അടുത്തായിക്കണു കേട്ടോ. അപ്പം അങ്ങനെ ഉച്ചക്ക് പിന്നെ ചിക്കൻ കുറച്ച് വാങ്ങി അത് പൊരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ബഷീറാക്ക് പെയിൻ്റ് അടിക്കാനും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ബഷീറാക്കും പിന്നെ ഉച്ചക്ക് പിന്നെ അളിയാക്കിയും വന്നു കേട്ടോ. പ്രതീക്ഷിക്കാതെ അളിയാക്കി വന്നു. അപ്പം അങ്ങനെ അളിയാക്കിയും ബഷീറാക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു. എന്നിട്ട് അളിയാക്ക പിന്നെ വൈകുന്നേരമായിട്ടാണ് പോയത്. പിന്നെ ബഷീറാക്ക് എന്നെ കളിയാക്കി പറഞ്ഞു കേട്ടോ, ഈ എൻ്റെ ഫേവറേറ്റ് ചായ അല്ലേ, അതൊക്കെ ഒന്ന് ഉണ്ടാക്കി തായോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളോടല്ലേ, നമ്മളോട് ചായ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് കളിയാക്കിങ്ങാണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഒരു ടിപ്പൊക്കെ ഉണ്ടല്ലോ എൻ്റെ ചായക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് ബഷീറാക്കുവിന് ചായ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ, നല്ല ഇഞ്ചി ഏലക്കായൊക്കെ ഇട്ടിട്ട്. പിന്നെ ബഷീറാക്കു എന്താ അഭിപ്രായം പറയാന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കന് ഞാൻ റേറ്റ് കൂടിയെന്ന് പറഞ്ഞാലും ഇന്നലെ നമ്മൾ നെയ്ച്ചോറ് വെച്ചു, പിന്നെ ചിക്കൻ വാങ്ങി ചിക്കൻ കറി വെച്ചു, പിന്നെ ഇന്നും വെച്ചു. നമ്മൾ റേറ്റ് കൂടിയെന്ന് അറിയുമ്പോൾ നമുക്ക്
എന്താ പറയാ ഇങ്ങനെ പറയട്ടോ, പക്ഷെ നമ്മൾ വാങ്ങാതിരിക്കൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, നമ്മൾ പാടത്തെ പെരയിലാണെങ്കിലും നമുക്ക് ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. പടച്ചോൻ മരിച്ചോളം നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മളെ പാടത്തെ വീട് ഒരു ചെറിയ വീടാണെങ്കിലും നമുക്ക് എന്താ പറയാ അത്രത്തോളം സന്തോഷം. നമുക്ക് ഭയങ്കര ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളെ ഹൈ ലെവല് ആൾക്കാർ പോലും അത്ര സന്തോഷത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആരെ കണ്ണീറൊന്നും തട്ടാതിരിക്കട്ടെ. അൽഹംദുലില്ലാ, പടച്ചോൻ മരിച്ചോളം ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പിന്നെ ഷേസു ബേബിക്കാണെങ്കിൽ ഷേസു ബേബിനെ ഇവരൊന്നും വന്നാൽ കിട്ടൂല കേട്ടോ. ആളൊരു മിനിറ്റ് ഒതുങ്ങിയിരിക്കൂല. അതിൻ്റെ ഒപ്പം മോനിൻ്റെ ഒപ്പം ഇസാമിൻ്റെ ഒപ്പം ഒക്കെ ഫുള്ള് കളിയിലാക്കാരട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് എൻ്റെ മേത്തേക്ക് വരൂല കേട്ടോ. ഓലെ പിന്നാലെ ഫുള്ള് കളിയിലാക്കാരം. പിന്നെ ഉറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഉച്ചക്ക് ഉറങ്ങിയതിന് ഇന്ന് 3 മണി ആയിട്ടാണ് കേട്ടോ. പിന്നെ രാത്രി ഉറങ്ങുമ്പോഴോ 11 മണി 11:15 ആവും കേട്ടോ. കാരണം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു വിളിക്കുമ്പത്തിന് കരച്ചിൽ തുടങ്ങും കേട്ടോ. ഞാൻ ഉറങ്ങണില്ല, ഉങ്ങണില്ല എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ എന്താ പറയുക, എന്നാലും ഞാൻ ഉച്ചക്കും ഒരു മണിക്കൂറെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഉറക്കിപ്പിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു മന്ദപ്പായിരിക്കും. പിന്നെ ഇവരുണ്ടാകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. എന്നാലും ഞാൻ ഡെയിലി നമ്മൾ ഉറക്കലുണ്ടല്ലോ, അപ്പം ആ സമയത്ത് ഞാൻ ഉറക്കും. പക്ഷെ രാത്രി 11:30 ആയിട്ടോ ഉറങ്ങല്. പിന്നെ ഇതാ ഉമ്മ ഇന്നലെയും പഴംപൊരി ഉണ്ടാക്കി, ഇന്നും പഴംപൊരി കേട്ടോ. ഇതിൽ വെറൈറ്റി ഉണ്ടാക്കാന്ന് കരുതുമ്പത്തിന് ഞാൻ അടുക്കളയ്ക്ക് വരുമ്പത്തിന് ടൈം എന്തായാലും വെക്കും കേട്ടോ. അപ്പൊ ഗേസ്, നമ്മൾ ഇന്ന് ഉമ്മ പഴംപൊരി ഉണ്ടാക്കിക്കാണ് കേട്ടോ. അപ്പൊ ഉമ്മയുടെ സ്പെഷ്യൽ പഴംപൊരി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഉമ്മയുടെ സ്പെഷ്യൽ പഴംപൊരി ആട്ടോ. ഡെയിലി ഇപ്പൊ തന്നെ പണി. വൈകുന്നേരം ആയാല് പഴംപൊരി ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചൂട് കൊടുക്കനെ പഴംപൊരി നമ്മൾ ടേസ്റ്റ് നോക്കാൻ കേട്ടോ. പഴംപൊരിനെ പറ്റി ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റുള്ള പഴംപൊരിയാണ്. നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ്. ഉമ്മയുടെ പഴംപൊരിനെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളി. അടിപൊളിയാ. അപ്പൊ എല്ലാരും അഭിപ്രായം സൂപ്പറാണ് കേട്ടോ. അപ്പൊ നമ്മള് ബഷീറാക്കൂന് ചായ കൊടുത്തിട്ടോ. ബഷീറാക്കു നല്ല അഭിപ്രായം പറഞ്ഞത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ നിന്നെ പൊക്കി പറയൊന്നല്ല, എന്താ പറയാ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എൻ്റെ ഉപ്പയാണെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുത്ത ചായ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഷേതു ബേബിക്ക് ഇന്ന് പഴം പീങ്ങിയിട്ടാട്ടോ കൊടുക്കണത്. ഞാൻ പറഞ്ഞില്ലേ, എന്ത് കൊടുക്കാനും ഭയങ്കര പാടാണ് കേട്ടോ. ഇപ്പൊ ഇവരൊക്കെ എല്ലാവരും പാടി കളിക്കണേൻ്റെ ഇടയിൽ കൂടെ കൊടുത്താൽ എങ്ങനെയും കഴിക്കും കേട്ടോ. അപ്പൊ ഞാൻ മെല്ലെ ഓൻ്റെ പിന്നാലെ നടന്നിട്ട് അതിങ്ങനെ കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഇതാ ഒരു പന്ത് കൊടുത്തിട്ട് ഫുള്ള് തട്ടിക്കളിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഷേസു ബേബീനെയും നമ്മളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ.